ചന്ദ്രൻ വരൂ. മാനേജരോടൊപ്പം താൻ ടൗണിൽ പോകേണ്ടി വരും. എനിക്ക് വയ്യ, ഭയമാവും. ഞാനില്ല. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഇറ്റ്സ് ഓൾ റൈറ്റ്. പേടിക്കണ്ടോ? ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ. You do what I say. സാരമില്ല, പിള്ളേര് പണി പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. ചിത്രം വരക്കാരൻ ചായത്തോട്ടത്തിലെ കണക്കെടുത്തിരുന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എടോ ചന്ദ്ര, സാരമില്ലടോ. ജയരാൻ സാറ് പറയുന്ന മാതിരിയൊക്കെ ചെയ്താൽ മതി. താൻ നന്നാവണമെന്ന് വിചാരിച്ചിട്ടല്ലേ അയാൾ ശകാരിക്കണേ. അതിന് താനിങ്ങനെ വിഷമിച്ചാലെങ്ങനാ? ബാത്റൂമിൽ പോയാലോ? അയാൾ പറഞ്ഞ പോലെ തന്നെ ബാങ്കിൽ വരുന്ന ഞാൻ തന്നെ. മാനേജർ സാർ മടങ്ങില്ലല്ലേ? എന്തോ എനിക്കൊന്നും അറിയില്ല. നമുക്കൊഴിയാൻ ജോണി. വേണ്ട. എല്ലാം ഞാൻ പറഞ്ഞ പോലെ വരുന്നുണ്ട്. പുറത്ത് നിങ്ങളുടെ ഗൂഢാലോചന ആരെങ്കിലും കണ്ട സീറ്റ്. കൂടുതൽ ഡിസ്കഷൻ വേണ്ടാന്ന്. അവസാന നിമിഷത്തിൽ എന്റെ കാല് വാരിയാൻ. നിങ്ങൾ മടങ്ങിക്കോ, പണം ഞാൻ കൊണ്ടുവന്നോളാം എന്ന് മാനേജർ പറയണേ എന്നാണ് ഇപ്പൊ എന്റെ പ്രാർത്ഥന. അങ്ങനെ പറയല്ലേ ചന്ദ്ര. മനസ്സുകൊണ്ട് ഏതായാലും നമ്മൾ മുട്ടിച്ചു കഴിഞ്ഞു. അപ്പൊ ഒന്നും കഴിക്കാതെ കാശ് കൈ കിട്ടുന്നത് പ്രാർത്ഥിക്കും. ചിലപ്പോ കഷ്ടപ്പാട് കണ്ട് ദൈവം തോന്നിച്ച വഴിയാവും ചന്ദ്ര. ദൈവമല്ല, ജയരാജൻ. താൻ പൊയ്ക്കോ, ഞാൻ വരാൻ വൈകും. മറ്റേ ഡ്രൈവർ നാഗപ്പൻ അവന്റെ സൂക്കടി നീ മാറിയില്ലേ? ഇപ്പോഴും ചികിത്സയിലാണെന്ന് പറഞ്ഞു കേട്ടു. ഒന്ന് തുറന്നു നോക്കി കാണട്ടെ. ഇത്രയും രൂപ ഒന്നിച്ചെന്റെ ആയുസ് ഞാൻ കണ്ടിട്ടില്ല. നീ വിട്. കൃത്യം 1 മണിക്ക് മേക്കാടിലെ തെരുവിൽ അയാൾ നിൽക്കും. 65,000-ന് 1/3 എത്ര? ഒന്ന് കൃത്യമായി കണക്കൂട്ടി പറഞ്ഞു. 20, പിന്നെ 5-ന്റെ 1/3. നീ മിണ്ടാതെ വണ്ടി ഓടിക്ക് ജോണി. മാനേജർ വരാൻ വൈകും. ക്യാഷ് എന്റെ കൈ തന്നു. അയ്യോ മതി സാറേ. ജീപ്പ് നിറഞ്ഞ് അടിച്ചു വീട്ടി ആരോ പണം തട്ടിക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അടി കാണാൻ തക്കൊണ്ടു. കിടക്കേണ്ട സ്ഥലം കാണിച്ചു തന്നാൽ മതി, ഞാൻ കിടന്നോളാം. അല്ല, ഡോക്ടറും പരിശോധിച്ച് ഒരു പോർണ്ണയുണ്ടെന്ന് പറയാൻ ഇടവരുത്തണം. അങ്ങനെ ചില ചെറിയ വിട്ടിത്തങ്ങൾ കൊണ്ടാണ് വീരന്മാരി ചിലപ്പോൾ കൊടുക്കുന്നത്. പക്ഷെ ജയരാജന്റെ പ്ലാനിങ്ങിൽ ഒരു കുഴപ്പം പറ്റാം.
വഴിക്ക് വെച്ച് ജീപ്പ് തടഞ്ഞു. ഭാഗ്യത്തിന് ഞാൻ എത്തിപ്പെട്ടു. അഭിനയം നന്നാവുന്നുണ്ട്. ഇതായിരുന്നു അത്യാവശ്യമായ ഫീൽഡ് വർക്ക് അല്ലേ? പണം എന്റെ കാറിലാണ്. ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നുണ്ടോ? പന്നിക്ക് വെക്കുന്ന നമ്പർ 2 ആണ് 2 ബാരലിലും. കമോൺ ട്രൈ. അടുമാറ്റ് ജീപ്പ് എടുക്ക്. ഫോളോ മീ. സാർ, ഒരു ബുദ്ധിമോശം പറ്റി. ഇനി ഇങ്ങനൊരു ദുഷ്ടവിചാരം തോന്നില്ല. വയസ്സായ ഒരു അമ്മയും 3 പെങ്ങന്മാരും എന്റെ ശമ്പളം കൊണ്ട് കഴിയണം. ഒരു കോടതിയിലും തെളിയിക്കാൻ ഒരു കേസില്ല. യു ക്യാൻ പ്രൂവ് നത്തിങ്. കമ്പനിയുടെ പണം തട്ടിയെടുക്കാൻ ഒരു ഗൂഢാലോചന നടത്തി. മാനേജർ തക്ക സമയത്ത് ഇടപെട്ടത് കാരണം നടന്നില്ല. മേലിൽ ഇതുണ്ടാവില്ല. ചെയ്തത് തെറ്റി. എനിക്കൊരു ദയാഹർജി. എല്ലാം ഞാനിതിൽ വിസ്തരിച്ചെഴുതിയിട്ടുണ്ട്. വെറുതെ നിങ്ങളെ വിടാൻ പറ്റുമോ? എനിക്കൊരു പിടി വേണം. എന്റെ പ്രൈവറ്റ് ഫയലിലിരിക്കണത്. തിരിച്ചയക്കഞ്ഞാ മതി. ഞാൻ എന്തിൽ വേണം ഒപ്പിട്ട് തരാം. ജോണി, കീപ് ക്വയറ്റ്. സത്യമല്ലേ എന്ന് വായിച്ച് ബോധ്യപ്പെടണം. നോക്കിക്കോ. നീ ഇതിൽ പെട്ടതാണ് അത്ഭുതം. എനിക്കൊരു 6th സെൻസ് ഉണ്ട്. എന്നെങ്കിലും ഒരിക്കൽ താൻ ഒരു വെട്ടിപ്പ് നടത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. അക്കൗണ്ട്സിനൊന്നും പറ്റില്ല. ഇനി തന്റെ ഒപ്പില്ലെങ്കിലും സാരമില്ല. 1400 രൂപ ശമ്പളം വാങ്ങുന്ന ഒരുത്തിന് ലിക്കർ ഷാപ്പിലെ ബില്ല് 900. പെണ്ണുപിടുത്തത്തിന് കാശ് വേറെ. ഷട്ട്. കോടതിയിലെത്തിയാൽ ഈ കടലാസിനൊരു വിലയില്ല. എനിക്ക് നിയമം അറിയാം. എനിക്കും. കറക്റ്റ്. അതുകൊണ്ട് കമ്പനി കോടതിയിൽ പോവില്ല. നാളെ ചെയർമാൻ വരുന്നു. ഞാനും ചെയർമാനും കൂടി ഇത് ഡീൽ ചെയ്യും. ഡിസ്മിസ് ചെയ്ത് ലേബർ കോടതിയിൽ പോയാലും നിങ്ങൾക്കൊരു നയാ പൈസ ആനുകൂല്യം കിട്ടില്ല. കംപ്ലീറ്റ് സ്റ്റാഫിനെയും വർക്കേഴ്സിനെയും വിളിച്ചു കൂട്ടിയിട്ടായിരിക്കും പ്രഖ്യാപനം. ഒരു ഉഗ്രൻ സെൻഡ് ഓഫ്. കമ്പനിയെ മോഷ്ടിക്കാനുള്ള അറ്റംപ്റ്റിൽ ചുമ്മാ ഒരു കുറ്റസമ്മതം വാങ്ങി ഞാൻ മാപ്പ് തരുമെന്ന് കരുതിയോ? ബ്ലഡി ഫൂൾസ്. ഇത് ചെയർമാന്റെ മുമ്പിൽ മാനേജർ മേനോൻ ആരാണെന്ന് കാട്ടാൻ. നീ ഒരിക്കൽ എന്റെ കയ്യിൽ വന്ന് വീഴുമെന്ന് എനിക്കറിയാമായിരുന്നു. Now get out. യാത്രയപ്പിൽ ഞാനൊരു പ്രസംഗവും കൂടി വേണം. അതും ശരിയാക്കാം. Get out. പഴിച്ചുപോയടാ. എവിടെയോ ഒരല്പം പഴിച്ചുപോയി. ഡോണ്ട് വറി. കെയർഫുൾ. ഇനിയെങ്കിലും സൂക്ഷിച്ച് കളിക്കേ. ഗുഡ് ലക്ക്. ഞാൻ ചെയർമാൻ വരാനും വിസ്തരിക്കാനും കാത്തു നിൽക്കാൻ പോകുന്നില്ല. ഞാൻ പോകുന്നു. എങ്ങോട്ട്? എവിടേക്കെങ്കിലും. ഞാൻ എന്ത് ചെയ്യും? അമ്മച്ചിയുടെയും പെങ്ങന്മാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? കയ്യിലാണെങ്കിൽ കാശുമില്ല. വല്ല കൽക്കത്തയിലോ ബോംബെയിലോ എത്തിപ്പെട്ടാൽ നിങ്ങൾ എനിക്കൊരു 10-200 രൂപ കടമായിട്ട്, അല്ലെങ്കിൽ ഇത് പണയം വെച്ചോളൂ. അതെങ്കിലും ചെയ്തൊന്ന് രക്ഷിക്കും. ഇവിടെ കാശില്ല. പിന്നെ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. എല്ലാവരും രക്ഷപ്പെടാൻ. മാനേജറിന് ഒരാളിന് മാത്രമേ ഇതറിയൂ. ചെയർമാന് തന്റെ വീര്യസ്ഥത്തിന് തെളിവായി നിങ്ങൾ ഒപ്പിട്ട സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കും. അയാൾ പറഞ്ഞ പോലെ സ്റ്റാഫിനെയും വർക്കേഴ്സിനെയും വിളിച്ചുകൂട്ടി ഒരു പ്രഖ്യാപനം നടത്താനും അയാൾ മടിക്കില്ല. പക്ഷെ ഇപ്പോൾ അയാൾക്ക് മാത്രമേ ഇതറിയൂ. അയാൾ ചെയർമാനോട് പറയരുത്. ഏതായാലും മുങ്ങി. നിങ്ങൾ എന്നോട് നിൽക്കാം. ഒരു വഴിയുണ്ട്. ഞാൻ ഇനിയും ചെന്ന് കാല് പിടിക്കാം. മേലിലൊരു തെറ്റും ചെയ്യില്ല എന്ന് കുരിശ് പിടിച്ച് സത്യം ചെയ്യാം. പക്ഷെ അങ്ങനെ കേൾക്കൂല സാറേ. ആ കടലാസ് തിരിച്ചു കിട്ടണം. അങ്ങേരി വിഷയം എടുത്തിടില്ല എന്നുറപ്പാവുകയും വേണം.
നമ്മൾ രക്ഷപ്പെട്ടു. സിമ്പിൾ. സിമ്പിൾ? നിങ്ങൾക്ക് എന്താ സിമ്പിൾ അല്ലാത്തത്? ഒരു ചെറിയ നാടകം കളിക്കാമോ? ഓരോരുത്തർക്ക് ഒരു 20,000 രൂപ ഞാൻ ഉണ്ടാക്കി തരാം. സിമ്പിൾ. അന്ന് പറഞ്ഞതൊക്കെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതി.